ഹലോ ഗൈസ്, പരിചയപ്പെടുത്തിട്ടില്ല. ഇൻട്രൊഡ്യൂസ്. ഹലോ ഗൈസ്, ഇന്ന് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ കയറാം. ക്ലാസ്സിലോട്ട് എത്തിയുള്ളൂ. ഇനി അതെല്ലാം കാണാം. വണ്ടി തട്ടി ചാവായിരുന്നാ മതി. ഗൈസ്, ഞങ്ങക്ക് എക്സ്ട്രാ ടൈം ഇരിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കണായിരുന്നു. നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ എക്സ്ട്രാ ടൈം ഇരിക്കണോ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ യെസ് എന്ന് പറയണം. പക്ഷെ ഇരിക്കണോ വേണ്ടേ? ഞാനും അതാണ് ആലോചിക്കണം, ഇരിക്കണോ അല്ലെങ്കിൽ ഇരിക്കാം. നമ്മളൊരിടത്ത് നെക്കിയിട്ടില്ല. വെറുതെ എന്തിനിവിടെ കയറിയത്? എത്തിയിട്ടില്ല. വെറുതെ കയറി നെക്കിയത് പോലും ഇല്ല. ഗൈസ്, ഇതാണ് നമ്മള് ചായ പിടിക്കാൻ വന്ന ക്യാൻറ്റീൻ. പൈസ കൊടുക്കാൻ നമുക്ക് ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സൗണ്ട് കേട്ടില്ലല്ലോ എന്ന് ഇപ്പൊ വിചാരിച്ചുള്ളൂ. കേട്ടു. സ്ഥിരം സ്പോട്ട്. ശരിയാണ്, ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ ഇരിക്കാം. ക്ലീനും ചെയ്തിട്ടില്ല ഗൈസ്. ഇവിടെ അതൊക്കെ തന്നെ ചെറുതായിട്ട് ക്ലീനിങ് അല്ല. പക്ഷെ നമ്മള് മറ്റേ പുള്ളിക്കാനെ കണ്ടില്ലല്ലേ? ബില്ല് ചെയ്യണ വേറൊരു പുള്ളി കണ്ടില്ലേ? അതേ നിൽക്കുന്നു. ഒരു ഹായ്. ഹായ് ആണെങ്കിൽ. ഹലോ ഗൈസ്, ഗൈസ് മെയിലി ഞാൻ വീഡിയോ എടുക്കാത്തതിന്റെ കാരണം എനിക്ക് മടിയുണ്ട്, നല്ല രീതിയിൽ മടിയുണ്ട്. പിന്നെ ക്ലാസ്, പഠിത്തം, അത് മറ്റേത് നടത്തുന്നതൊക്കെ ആയതുകൊണ്ട് ചെറിയ തിരക്കും ഉണ്ടായി. പിന്നെ ഞാനും ചേച്ചിയും പല സ്ഥലത്താണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്, ചേച്ചി എറണാകുളത്താണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളും ഡിപ്രഷനും തേങ്ങയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഡിപ്രഷൻ ഇല്ലെങ്കിൽ ചെറിയൊരു മടി. അതുകൊണ്ട് ഡിപ്രഷൻ ഒന്നുമല്ല ഗൈസ്, മടിയാണ് മെയിൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോ എടുക്കുന്ന, പക്ഷെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒരിടത്ത് പറയും വീഡിയോ എടുക്കട്ടെ, ഇന്നെടുക്കട്ടെ, നാളെ എടുക്കട്ടെ പറയും. ഡെയിലി വ്ളോഗ് ചെയ്യും. പക്ഷെ ഇന്ന് എടുത്തു. പിന്നെ പരിചയപ്പെടുത്തിട്ടില്ല. ഇൻട്രൊഡ്യൂസ്. ഞാൻ കൂടെ പഠിക്കട്ടെ. വേറൊന്നും തെറ്റായിരിക്കും. ചേച്ചിയാണ്. പിന്നെ ഇത് ഓഫാക്കി വെച്ചിരുന്നു. ചേച്ചിയാണ്. എനിക്ക് 24 വയസ്സുണ്ട്. വെറുതെ ആരുടെയോ ചേച്ചി കോഫി ചായ ആരും ചോദിച്ചില്ല. നമ്മളിങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ നേരെ ക്യാൻറ്റീനിൽ വരും, കുറച്ച് ചായയും പിടിക്കും, കുറെ നല്ല കഥകൾ പറയും, കുറെ കുറ്റങ്ങൾ പറയും, എല്ലാം പറഞ്ഞിട്ട് ചെറിയ കുടുംബശ്രീ അങ്ങനെ പറയാം. നമ്മള് ചുമ്മാ കുറെ സംസാരിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇവിടത്തെ പൂച്ചയാണ്. ആ പൂച്ചക്ക് മൈൻഡ് ഒന്നുമില്ല. എന്നെ മൈൻഡില്ല. തിരിച്ച് ക്ലാസ്സിൽ കയറാൻ സമയമായി. പുള്ളി കാണാണ്ട് ചോദൊക്കെ വിചാരിക്കുന്നത്. ഗൈസ്, ഇനി ലിഫ്റ്റ് കയറി 7th ഫ്ലോറിലോട്ട് നമ്മൾ പോകണം. പോയി ചോദിക്കത്ത വീഴത്തിന്റെ ഞാൻ എന്റെ ഓഡിയൻസ് കണ്ടില്ല. അത് കാണാത്ത കാര്യല്ലേ, പറയാൻ പാടില്ല. ചുമ്മാ ഇരിക്കോ ഗൈസ്, നമ്മളിനി 7th ഫ്ലോറിലോട്ട് പോവാണ്. സീറ്റ് പോയി
ശരിയാ കോളേജ് വെച്ചപ്പോഴേ നമ്മള് എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോൺ നോക്കണം. ക്ലാസ്സിനുള്ളിൽ കയറട്ടെ. ഓക്കെ ഗൈസ്, വീടെത്തിരിക്കുകയാണ്. 1:30 ആ സമയത്ത് ഇറങ്ങി ഞാനാണ്. ഇപ്പോൾ 2:30 ആവാറൊക്കെ ആയി. എന്ത് ബ്ലോക്കാണെന്നറിയാമോ? ഭയങ്കര ബ്ലോക്ക്. ഇന്ന് വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവട്ടെ. വൈകുന്നേരം എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. നേരത്തെ ഞാൻ ചുമ്മാ കറങ്ങാനാട്ടെ. ഫുഡ് കഴിക്കട്ടെ. ബൈ ഗൈസ്. ഒരാളെ കാണിച്ചു തരാം. ഗൈസ് വന്ന് കയറിയപ്പോൾ വിശന്ന് പണ്ടാരം അടങ്ങിയാണ് വന്നത്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി, അവിയൽ, പിന്നെ ക്യാരറ്റ് തോരൻ, ചോറ്, അതിൽ കുറച്ച് ചമ്മന്തി, പിന്നെ അവിയൽ, ക്യാരറ്റ് തോരൻ മിക്സ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭയങ്കര മഴക്കോള്. ഇപ്പം മഴ പെയ്യുമെന്നും പറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം. പിന്നെ എനിക്ക് മടിയായി. കുട്ടിയച്ച് കുറച്ച് ഞങ്ങളൊന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗായിട്ട് വന്നതിലേക്ക് ടാറ്റ ബൈ. ഗുഡു ബൈ.